morning to all. Children, within this short period, we have finished the first lesson, Caskets of Life, and conduct one class test also. But while I was checking the answer paper, I could understand that some of the students does not show good performance. So, I will discuss the question paper in the interaction class. Okay, now we can start the new lesson, Essence of Change. Here we are going to study about energy changes. We know that for doing any activity, energy is needed. That is, energy is the capacity to do work. So all of you observe the picture on the screen. You can see many activities. First of all, we can try to write some activities seen in this picture. Observe it clearly and then we can write the activities. See, here already given one activity, that is, observe here below the picture one activity is written on the textbook itself. Observe what activity is given. Yes, driving a tractor is given here. Now write the other activities such as, listen, that is, a motor is working. Okay, working of a motor. Then you can see two boys are playing football. That is also an activity. Then ducks are drinking water. That is an activity. Then loudspeaker is making sound. It is also an activity. Then street lights are lightening. അതും ഒരു ആക്ടിവിറ്റിയാണ്. സോ മെനി ആക്ടിവിറ്റീസ്, ഒന്നും രണ്ടും മൂന്നും എന്നല്ല, നിങ്ങൾക്ക് ഒരുപാട്. ഫാർമർ ഈസ് പ്ലപ്പിംഗ് ഇൻ ദി ഫീൽഡ്. ദെൻ വാട്ടർ ഈസ് റണ്ണിങ്, ദാറ്റ് ഈസ് ആൾസോ ആൻ ആക്ടിവിറ്റി. മനസ്സിലായോ? സോ ദർ ആർ സോ മെനി ആക്ടിവിറ്റീസ്. സോ യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് 2 or 3 activities. Okay. Now, next page, we can observe what all things are there in the next page. Okay, we can go to the next page. Listen here. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിനും എന്ത് വേണം? എനർജി വേണം. ഈ എനർജി പറയുന്നത് do we get from same thing? No. For example, if we are doing work, we want energy. From where does we get the energy? From our food. Here you can see one table. So many examples are given. First one, riding motor vehicles. അത് നിങ്ങൾക്കറിയാം അല്ലേ? ആ റോഡിലൂടെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട്. For all these vehicles, energy is needed for their running. From where does these vehicles get energy? എവിടുന്നാ കിട്ടുന്നത്? Yes, energy from fuels. അതായത് വാഹനങ്ങൾ എവിടെ പോയിട്ടാണ്? പെട്രോൾ പമ്പ് പോയിട്ട് പെട്രോൾ അടിക്കാറില്ലേ? അതെന്തിനാ? ആ പെട്രോളിൽ നിന്നാണ് ഈ വാഹനങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? എനർജി കിട്ടുന്നത്. ഫ്യൂവൽ മീൻസ് എന്താ? ഇന്ധനം എന്ന് പറയും. അതായത് കത്തിക്കാൻ ഉപയോഗിക്കുന്ന fuels are the substance that liberate heat on burning എന്നാണ് fuels എന്നാൽ. അപ്പോൾ ഈ ഫ്യൂവൽസിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? എനർജി കിട്ടുക. രണ്ടാമത്തെ നോക്കൂ, ഡ്രൈയിങ് ക്ലോത്ത്സ്. നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് അയലിടാറില്ലേ? ആഫ്റ്റർ സം ടൈം ഇറ്റ് ഡ്രൈസ് അപ്പ്. ഫ്രം വേർ ഡസ് ദിസ് ക്ലോത്ത്സ് ഗെറ്റ് എനർജി? യെസ്, ഫ്രം ദി സൺ. സണ്ണിൽ നിന്നും കിട്ടുന്ന ആ ഹീറ്റ് എനർജി കൊണ്ടാണ് എന്താവുന്നത്? എനർജി ഫ്രം സൺ. ദെൻ നെക്സ്റ്റ്, ബൾബ്സ് ഗ്ലോയിങ്.
ഇനി സണ്ണിൽ നിന്നും കിട്ടുന്ന എനർജിക്ക് എന്താ പറയാ, ഒരു വൺ വേർഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സോളാർ എനർജി എന്ന് പറയും. മനസ്സിലായോ? ഹീറ്റ് എനർജി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എന്താണ് അതിന് പറയാ, സോളാർ എനർജി. ദെൻ ബൾബ്സ് ഗ്ലോയിങ്. ഈ ബൾബ് ഗ്ലോ ചെയ്യണമെങ്കിൽ എവിടുന്നാണ് എനർജി? യെസ്, നമ്മളെ ഇലക്ട്രിക്കൽ എനർജിയാണ് അല്ലെ. ഇലക്ട്രിക്കൽ എനർജി ഓർ ഈ ഇലക്ട്രിക്കൽ എനർജി എവിടുന്ന, പല സ്ഥലത്തു നിന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. വിൻഡിന്ന് പ്രൊഡ്യൂസ് ചെയ്യാം, വാട്ടറിന്ന് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം, ഇലക്ട്രിക്കൽ എനർജി. നൗ ലൗഡ് സ്പീക്കർ വർക്കിംഗ്. ലൗഡ് സ്പീക്കർ വർക്കിംഗ് അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കറണ്ടിൽ വർക്ക് ചെയ്യിക്കാം ലൗഡ് സ്പീക്കറിനെ, അതല്ലെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം, ബാറ്ററി ഉപയോഗിക്കാം അല്ലെ. ഇഫ് വി ആർ യൂസിങ് ദിസ് ഇലക്ട്രിസിറ്റി ഫ്രം അവർ ഹോം, വി ക്യാൻ സേ ദാറ്റ് ദ എനർജി യൂസ്ഡ് ഈസ് ഇലക്ട്രിക്കൽ എനർജി. ഇനി നമ്മൾ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നതെങ്കിലോ, അതായത് എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്, എനർജി ഉണ്ട്. അപ്പം എന്ത് എനർജിയാണ്? ഓൾ സബ്സ്റ്റൻസസ് കണ്ടെയ്ൻ വാട്ട് ടൈപ്പ് ഓഫ് എനർജി എന്ന് ചോദിച്ചാൽ എന്താണെന്നറിയാം, കെമിക്കൽ എനർജി. അപ്പോൾ ഇവിടെ ബാറ്ററിയിൽ എന്ത് എനർജിയാണുള്ളത്? കെമിക്കൽ എനർജി. സോ ഹിയർ we find out many energies used for doing many activities. കണ്ടുപിടില്ലോ. ഇതുപോലെ നമുക്ക് പല എന്താ പറയാ, പല ആക്ടിവിറ്റീസും എഴുതുക. സപ്പോസ് ഫാൻ ഈസ് വർക്കിംഗ്, അപ്പൊ നിങ്ങൾ എന്ത് എനർജിയാ യൂസ് ചെയ്തെന്ന് പറയാ, ഇലക്ട്രിക്കൽ എനർജി അല്ലെ. സപ്പോസ് വൺ കാൻഡിൽ ഈസ് ബേണിംഗ്, ഒരു മെഴുകുതിരി കത്തിക്കുകയാണ്. അപ്പൊ മെഴുകുതിരിയിൽ ആ മെഴുക് എന്ന് പറയുന്ന സംഭവം എന്താ, ആ ഒരു കെമിക്കൽ എനർജിയാണ് അല്ലെ. അപ്പൊ അതും ഒരു ആക്ടിവിറ്റിയാണ്. സോ കെമിക്കൽ എനർജി ഈസ് യൂസ്ഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. ഹിയർ ആൾസോ വൺ ആക്ടിവിറ്റി ഈസ് ഗിവൺ. ഇപ്പൊ നമ്മൾ പഠിച്ചു എല്ലാ സബ്സ്റ്റൻസിലും എനർജി ഉണ്ട്, അത് കെമിക്കൽ എനർജിയാണ്. ആൻഡ് ഫോർ എവരി ആക്ടിവിറ്റി എനി ടൈപ്പ് ഓഫ് എനർജി ഈസ് യൂസ്ഡ് അല്ലെ. ഏതെങ്കിലും ഒരു ടൈപ്പ് എനർജി യൂസ് ചെയ്യുന്നു പഠിച്ചു. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്, while we are doing an activity which are the energies produced. അപ്പൊ അതൊക്കെ ഇതെന്താ പറയണ്ടേ, ആ ഹെഡിങ്ങുകൾ നിങ്ങൾ നന്നായിട്ട് ഓർമ്മിക്കണം. ആദ്യത്തേല് നമ്മൾ ഏത് എനർജി യൂസ് ചെയ്തിട്ടാണ് ആ ആക്ടിവിറ്റി നടക്കുന്നത്. ഈ ടേബിളിൽ എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്, യെസ്, വിച്ച് ആർ ദ എനർജീസ് പ്രൊഡ്യൂസ്ഡ് while doing an activity. നോക്കൂ, when a sparkler is lit. എന്താ ഈ സ്പാർക്ലർ എന്ന് പറഞ്ഞാല്, നമ്മളെന്താ പറയാ, ഗ്യാസ് ലൈറ്റർ ഒക്കെ കത്തിക്കില്ലേ. അപ്പൊ ആ ഗ്യാസ് ലൈറ്റർ നമ്മൾ കത്തിക്കുന്ന സമയത്ത് അവിടെ എന്തെല്ലാം എനർജി ഉണ്ടാവാറുണ്ട്? ടിക് എന്നുള്ളൊരു സൗണ്ട് കേൾക്കാറില്ലേ, അപ്പൊ അവിടെ സൗണ്ട് എനർജി. പിന്നെ അത് ചൂടാവൂലേ, അതുകൊണ്ട് ഹീറ്റ് എനർജി. പിന്നെ നമുക്ക് അവിടെ ഒരു ലൈറ്റ് കാണാറില്ലേ, light energy. അപ്പോൾ which are the energies produced when a sparkler is lit? Heat energy, light energy and sound energy. ഇനി രണ്ടാമത്തെ നോക്കൂ, while riding a motorcycle. ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുകയാണ്, പെട്രോൾ ഒഴിച്ച് നമ്മൾ സ്റ്റാർട്ട് ആക്കുകയാണ്. ആ സ്റ്റാർട്ട് ആക്കുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം ആ മോട്ടോറിൽ എന്തെല്ലാം അത് കാണാൻ പറ്റും? അതെ, അതിനുള്ള അത് എന്താ, മോട്ടറിലെ ഒരു പാർട്ട് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നത് കാണാം, മോട്ടറിന്റെ വെഹിക്കിളിന്റെ ഭാഗങ്ങൾ അല്ലെ. അപ്പൊ അവിടെ മെക്കാനിക്കൽ എനർജി ഉണ്ട്. പിന്നെ സൗണ്ട് കേൾക്കാറില്ലേ, സൗണ്ട് എനർജി ഉണ്ടായിരിക്കും. പിന്നെ ചൂടാവൂല അതിന്റെ എഞ്ചിന്റെ ആ ഭാഗമൊക്കെ ഉള്ളതോ, അപ്പൊ അവിടെ ഹീറ്റ് എനർജി. സോ വിച്ച് ആർ ദ എനർജീസ് പ്രൊഡ്യൂസ്ഡ് എന്ന് ചോദിച്ചാൽ 3 എനർജി നിങ്ങൾക്ക് എഴുതാം, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി ആൻഡ് മെക്കാനിക്കൽ എനർജി. അങ്ങനെ മെക്കാനിക്കൽ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം, അതായത് ആ ഇതിന്റെ ഡിവൈസിന്റെ പാർട്ടുകൾ മൂവ് ചെയ്യുകയാണെങ്കിൽ മൂവ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ എന്താ എഴുതേണ്ടത്, മെക്കാനിക്കൽ എനർജി. എനർജി പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു മൂവ്മെന്റ്, അതിനാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഇനി while operating a mixer grinder. ഒരു മിക്സി വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അറിയുന്നല്ലേ. ആദ്യം നമുക്ക് എന്താണ് കേൾക്കാം, ഒരു മിക്സി വർക്ക് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കാം അല്ലെ, സൗണ്ട് എനർജി.
പിന്നെയോ പിന്നെ അതിലുള്ള ബ്ലേഡ് നന്നായിട്ട് മൂവ് ചെയ്യൂലേ, അപ്പൊ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്നത് എന്താണ്? മെക്കാനിക്കൽ എനർജി. ഇനി മിക്സി തൊട്ട് നോക്കിയാലോ, heat energy, isn't it? So which are the energies produced while operating a mixer grinder? Yes, sound energy, mechanical energy and heat energy. അതിനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി കോളത്തിൽ മിസ് പറഞ്ഞ അതേ ഓർഡറിൽ എഴുതണമെന്നൊന്നുമില്ല. എന്തെല്ലാം എനർജി ഉണ്ടാവും എന്ന് വെച്ചാൽ അത് എഴുതാം. Then while operating an electric motor, അതായത് നമ്മളെ ഈ പമ്പ് സെറ്റ് ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? സൗണ്ട് ഉണ്ടാവും, സൗണ്ട് എനർജി. തൊട്ട് നോക്കിയാൽ ഹീറ്റ് ഉണ്ടാവും, ഹീറ്റ് എനർജി. പിന്നെ മെഷീൻ പാർട്ട് മൂവ് ചെയ്യും, അതുകൊണ്ട് മെക്കാനിക്കൽ എനർജി. ഓക്കെ, അപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇനി യൂസ് ചെയ്യുന്ന എനർജീന്റെ പേര് എഴുതി വെക്കോ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ പറഞ്ഞു തന്നിട്ടും which are the energies produced എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ എഴുതും which are the energies used എന്നുള്ളത്. അപ്പൊ അതുപോലെ എഴുതാൻ പാടില്ല. You have to read that heading properly. According to that heading you have to write. മനസ്സിലായല്ലോ? ആ ആൻസർ യൂസ്ഡിന്റെ ആൻസർ കൊണ്ടുപോയിട്ട് പ്രൊഡ്യൂസിന് എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും തരൂല. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താന്ന് നോക്കാം. എന്താണ് മെക്കാനിക്കൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. താഴെ എന്തെല്ലാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? Haven't you found out the different forms of energy produced when a mixer grinder is operated? That we have discussed. Then which is the form of energy used to operate a mixer grinder? അതറിയാലോ നിങ്ങൾക്ക്. മിക്സർ ഗ്രൈൻഡർ ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ എഴുതേണ്ടത്? ഇലക്ട്രിക്കൽ എനർജി. Then we have seen the instance of electrical energy changing into different forms of energy in electric bulb. അത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? അതായത് ഒരു ബൾബ് ബേൺ ചെയ്യുക അല്ലെങ്കിൽ ലൈറ്റൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബൾബിലെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു എനർജി ചേഞ്ച് വന്നില്ലേ? So when a bulb is lightened or bulb glows, what will happen? Electrical energy converted to light energy and heat energy. അപ്പൊ അത് ഈസി ആയിട്ട് എഴുതാൻ പറ്റൂലേ? ഈ സെന്റൻസ് നോക്കിയിട്ട് ഈ കോളം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റൂലേ? അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ എ മിക്സർ ഗ്രൈൻഡർ എന്ന് വെച്ചാൽ എന്താ എഴുതുക? ഇലക്ട്രിക്കൽ എനർജി converted to heat energy, sound energy and mechanical energy. Okay, ഇനി എന്തൊക്കെയാണ് അടുത്ത പേജിൽ കൊടുത്തത് നമുക്ക് നോക്കാം. അടുത്ത പേജിൽ കൊടുത്തിട്ടുള്ളത് അടുത്ത പേജിലേക്ക് നമുക്ക് പോകണ്ട അല്ലേ? അല്ല, ഇവിടെ തൊട്ട് മുമ്പ് ഒരു ഇതുണ്ട്. ഓക്കെ, നമുക്കത് നോക്കാം. See, here you can see one more table above this table. ഈ ടേബിളിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ടേബിൾ കാണാം. അതെന്താന്ന് നോക്കാം. നമ്മൾ പറയാൻ വിട്ടുപോയി. ഇത് പറഞ്ഞ നമ്മള് യെസ് ഇല്ലല്ലോ, ഇത് പറഞ്ഞിട്ടില്ല നമ്മൾ. ഓക്കെ, ലിസൺ ഹിയർ. You can see one table above the table. Observe here. Here you can see three columns. ഈ 3 columns ന്റെ ഹെഡിങ് നോക്കൂ. ഫസ്റ്റ് കോളം സിറ്റുവേഷൻ, സെക്കൻഡ് കോളം ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കോളത്തിലുള്ള തന്നെ. Then തേർഡ് കോളം എന്താണ്? ഫോം ഓഫ് എനർജി വി മേക്ക് യൂസ് ഓഫ്. അവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. മനസ്സിലായോ? നേരത്തെ നമ്മൾ ഫോം ഓഫ് എനർജി യൂസ്ഡ് പഠിച്ചത്. അതായത് മീനിങ് മനസ്സിലാക്കുക. ഒരു ആക്ടിവിറ്റി നടത്താൻ ഏത് എനർജിയാണ് ആവശ്യം? ഇതിന്റെ മീനിങ് എന്താ? ഫോം ഓഫ് എനർജി വി മേക്ക് യൂസ് ഓഫ് എന്ന് പറഞ്ഞാല്
അതായത് പ്രൊഡ്യൂസ് ചെയ്ത എനർജിയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള എനർജി ഏതാന്നുള്ള ചോദിച്ചത്. മനസ്സിലായോ? അതായത് നമുക്ക് ഇപ്പൊ ഒരു മിക്സി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി നമുക്കറിയാം മെക്കാനിക്കൽ എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്, സൗണ്ട് എനർജി ഉണ്ട്. നമുക്കതിൽ ഏതാ വേണ്ടത്? നമുക്കതിന്റെ സൗണ്ടിന്റെ ആവശ്യമുണ്ടോ? നോ. അതിന്റെ ഹീറ്റ് ആവശ്യമുണ്ടോ? നോ. വാട്ട് വി നീഡ്? ഓൺലി മെക്കാനിക്കൽ എനർജി. അപ്പൊ അവിടെ എനർജി വി മേക്ക് യൂസ് ഓഫ് എന്നുള്ളത് ഹെഡിങ്ങിൽ വാട്ട് യു വാണ്ട് ടു റൈറ്റ്? മെക്കാനിക്കൽ എനർജി. ദെൻ വൈൽ എ bulb is glowing, which are the energies produced? Light energy and heat energy. Which energy we make use of? ചോദിച്ചാലോ ബൾബിന്റെ എന്താ നമുക്ക് വേണ്ടത്? ചൂടാണോ വേണ്ടത്? അല്ല. പിന്നെ എന്താ വേണ്ടത്? യെസ്, ലൈറ്റ് ആണ് വേണ്ടത്. സോ ലൈറ്റ് എനർജി. ദെൻ നെക്സ്റ്റ് see here a candle is burning എന്നുള്ളതിൽ നമുക്ക് നോക്കാം. See here candle is burning എന്നുള്ളടുത്ത് നമ്മൾ ഹീറ്റ് എനർജി എന്നാണ് ഇവിടെ എഴുതിയത്. ദാറ്റ് ഈസ് റോങ് അല്ലെ? കാൻഡിൽ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഹീറ്റ് എനർജി ആണോ വേണ്ടത്? നോ, വി വാണ്ട് ലൈറ്റ് എനർജി. സോ ദിസ് ഈസ് നോട്ട് കറക്റ്റ് കേട്ടോ. ഹീറ്റ് എനർജി അല്ല അവിടെ എന്താ വേണ്ടത്? ഹിയർ ആൾസോ ലൈറ്റ് എനർജി. ദെൻ ഫയർവുഡ് ഈസ് ബേണിംഗ്, അതായത് വിറക് കത്തുമ്പോൾ നമുക്ക് അതിന്റെ എന്താ വേണ്ടത്? ഹീറ്റ് എനർജിയാണ്. വിച്ച് ആർ ദ എനർജീസ് പ്രൊഡ്യൂസ്ഡ്? വിറക് കത്തുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി. നമുക്ക് വിറക് കത്തിയാൽ നമുക്ക് പാത്രം ചൂടാവുകയാണ് വേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് അവിടെ എന്താണ്? വി നീഡ് ഓർ വി മേക്ക് യൂസ് ഓഫ് ഹീറ്റ് എനർജി. ഇനിയോ എ ബൾബ്, ഇലക്ട്രിക് ബൾബ് ഈസ് ലിറ്റ് എന്നുള്ളത് അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവിടെയോ ഹിയർ ആൾസോ വൺ മിസ്റ്റേക്ക്, അത് മിസ് കറക്റ്റ് ചെയ്തരാ കേട്ടോ. അതായത് ഇലക്ട്രിക്കൽ ബൾബ് here this one also wrong, so we can delete it. Electrical energy അല്ല അവിടെ എന്താ വേണ്ടത്? yes, you want to write it as bulb is light energy. Light energy. Okay. Then firewood is burning, heat energy, that is okay. A candle is burning എന്നുള്ളടത്തോ അത് ഹീറ്റ് എനർജി അല്ല വേണ്ടത്. What we want to write here also candle burn ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ലൈറ്റ് എനർജി തന്നെയാണ്. ഓക്കെ, സോ there also you want to write light energy. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങൾ മനസ്സിലായില്ലേ? അതായത് നമ്മളിപ്പം എന്തെല്ലാം ഇവിടെയോ ലാസ്റ്റ് ക്രാക്കർ ഈസ് ബേഴ്സ്റ്റിംഗ്. ക്രാക്കർ ബേഴ്സ്റ്റ് ചെയ്യുമ്പോൾ ഒരു പടക്കം പൊട്ടുമ്പോൾ നമുക്ക് അതിന്റെ എന്താ വേണ്ടത്? പടക്കം പൊട്ടുമ്പോൾ സൗണ്ട് വേണമല്ലോ. അപ്പോൾ പടക്കം പൊട്ടുമ്പോൾ സൗണ്ട് എനർജി വേണം. അപ്പൊ അതുകൊണ്ട് നമ്മള് സൗണ്ട് എനർജി. സൗണ്ട് മാത്രം മതിയോ പടക്കം പൊട്ടുമ്പോ? പോരാ, പിന്നെ എന്ത് വേണം?
പിന്നെ എന്ത് വേണം? യെസ്, ലൈറ്റ് വേണ്ടേ? പടക്കം പൊട്ടുമ്പോൾ ലൈറ്റ് ഭംഗിയിൽ ലൈറ്റ് കാണണ്ടേ? യെസ്, ലൈറ്റ് എനർജി. ക്യാപിറ്റൽ ലെറ്റർ നമുക്ക് സ്മോൾ ലെറ്റർ ആക്കാം അല്ലേ? ഓക്കെ, കണ്ടില്ലേ? ഇപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ടേബിൾ ഇതുപോലെ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അപ്പം ഇത്രയും ആണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചാൽ മതി. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? എന്തെല്ലാം ഹെഡിങ്ങുകളാ പഠിച്ചത്? വിച്ച് ഈസ് ദ എനർജി വി യൂസ്ഡ് ടു ഡു ദാറ്റ് ആക്ടിവിറ്റി ചോദിച്ചാൽ എന്താണ്? അതാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർമ്മിക്കേണ്ടത്. ആ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ട എനർജി ഏത്? Then which are the energies produced? ആ ആക്ടിവിറ്റി നടക്കുമ്പോൾ എന്തെല്ലാം എനർജികൾ ഉണ്ടായി? ഇനി മൂന്നാമത്തേതോ? ഫോം ഓഫ് എനർജി വി മേക്ക് യൂസ് ഓഫ്. പ്രൊഡ്യൂസ് ചെയ്ത എനർജിയിൽ നിന്നും വിച്ച് എനർജി വി ആർ യൂസിങ്, നമുക്ക് ഏതാണ് ആവശ്യമായിട്ടുള്ളത്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, സോ വി ക്യാൻ വൈൻഡ് അപ്പ് ദ ക്ലാസ്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.